ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 2 ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ല, സമയം കിട്ടിയില്ല എന്ന് വേണം പറയാം. രാവിലെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്കിലായിട്ട് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 2 ദിവസം. ഒരു ദിവസം വിളിക്കാൻ പോയത് കൊണ്ടാണ് രാവിലെ നേരത്തെ 6 മണിക്ക് പോയി. അപ്പോൾ പിന്നെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നപ്പോൾ നല്ല മഴയെ കൊണ്ട് ആകെ ചീഞ്ഞിതായിട്ട് വന്ന്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെയും പറ്റിയില്ല. ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ അടുക്കളപ്പണി വിട്ടിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വീഡിയോ ഉണ്ട്. ഗുഡ് മോർണിംഗ് വീഡിയോ ആയിട്ട് വന്നതാണ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു തമാശയായിട്ടാ പറയാനുള്ളത്. ഭയങ്കര കോമഡിയാണ് പറയാനുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അയൽവക്കത്തുണ്ടല്ലോ, അയൽവക്കത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അവരോടത്തൊക്കെ അല്ലേ, അവരുടെ ഒക്കെ ഒന്ന് ആണുങ്ങൾക്കൊന്നും എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഭയങ്കര കൊന്ന കൊളുത്തി കുളിക്കാനുള്ള വൈരാഗ്യ ആണുങ്ങൾക്കൊക്കെ കേട്ടോ. പെണ്ണുങ്ങളാണെങ്കിലോ, പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ചങ്കാണ് താനും. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, ഭർത്താക്കന്മാർക്കൊന്നും എന്നെ കണ്ടുകൂടാ. ഭാര്യമാരാണെങ്കിലോ എൻ്റെ അടുത്തുനിന്ന് പോവുകയില്ല. അവരെന്താ വരുന്നതെന്ന് വെച്ചാൽ, ഭർത്താക്കന്മാരിതൊന്നും അറിയുന്നില്ല. അതാണ് സംഭവം. അവർക്കങ്ങനെ എന്താ പറയുക, ഇയലില്ലാത്ത നാവുകൊണ്ട് എന്തും പറയാലോ. അപ്പം പിന്നെ അങ്ങനെ പറയാൻ നാവ് പൊന്തുന്നത് ഭാര്യമാരും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ പറയാറില്ല. എന്നെ പറയാന്ന് വെച്ചെങ്കിൽ ഒക്കെ എൻ്റെ വിധി എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അതിനെ കാണുള്ളൂ. പിന്നെ ഭാര്യമാരെന്താ വെച്ചാൽ, ഇപ്പം ഈ ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയും എന്നോട് മിണ്ടാൻ പാടില്ല, എന്നോട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് പറയാം. പക്ഷെ എന്തിനാണ് അവർ മിണ്ടാൻ വരുന്നത് അത് ചോദിക്കില്ല. എന്നോട് മിണ്ടാൻ പാടില്ല, അപ്പം എന്തിനാ മിണ്ടണെന്ന് ചോദിക്കണ്ട. അവരോട് ചോദിക്കുന്നില്ല എന്തിനാ മിണ്ടണെന്ന്. അപ്പോൾ മിണ്ടണത് എന്തിനാ കാര്യം വെച്ചെങ്കിൽ, ഒന്നോലെ പൈസ ചോദിക്കാൻ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടു സാധനങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ, അതല്ലെങ്കിൽ ഒന്ന് എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കാൻ. ആരും കൂടെയും വരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പോകാറില്ല. ഞാൻ അവരടിക്കാൻ നിൽക്കില്ല, ഞാൻ വരില്ല. അല്ലെങ്കിൽ നിങ്ങളോട് ആ കല്യാണം പറഞ്ഞിട്ടുണ്ടാ, നമുക്ക് ഒരുമിച്ച് ആ കല്യാണത്തിന് പോവാന്ന് പറയാൻ, അല്ലെങ്കിൽ വാങ്ങിയ പൈസ തിരിച്ചു തരാൻ, അതല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ അടുക്കളയിൽ പെരുമാറുന്ന എന്താ ഉപ്പും മുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് വാങ്ങാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതൊന്ന് വാങ്ങാൻ വരുമ്പോൾ അതുണ്ടാ തരുമോന്നും വായെടുത്തൊന്നും ചോദിക്കണ്ടേ. വന്നിട്ട് ഇങ്ങനെ ബന്ധുക്കിൻ്റെ പോലെ മുമ്പാർക്ക് നിന്നാൽ എനിക്കറിയില്ലല്ലോ അവരെന്തിനാ വന്നതെന്ന്. അപ്പം ഞാൻ ചോദിക്കും എന്തേ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന സാധനത്തിനാന്ന് പറയാം. അപ്പം എന്തെങ്കിലും ഒരു 2 വർത്താനം പറയാന്നല്ലാതെ ഒരു കമ്പനി കൂടിയിട്ട് ആളുടെ പിന്നാലെ നടന്നിട്ടാണ് ആ ആൾ ചീത്തായി എന്ന് പറയാനുള്ള ഒരു കമ്പനി ആരും എടുത്തില്ല. ഞാൻ എന്നും പറയണത് അതാണ്. ഒരാളുടെടുത്തും ഒരാളിങ്ങനെ കട്ട ചങ്കായിട്ട് പുറകേ നടന്നിട്ടുള്ളൊരു സ്വഭാവം എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. എന്നാലും എന്താ പറയുക, ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്ത് കൊണ്ട് ജീവിക്കണ ഒരാളാണ്. എന്താ ദുനിയാവിൽ ഇനിയൊരു ആണുങ്ങളും എൻ്റെ കൂടെ കെടുക്കാത്തതില്ല, അങ്ങനെയൊക്കെയാണ്. അവളെ കൂടെ കെടുക്കാത്ത ഇനിയൊരു ആണുങ്ങളും ഇല്ല. അതേപോലെ അവളിനി കക്കാൻ പോവാത്ത ഇനിയൊരു വീടും ഇല്ല, അവൾ കയറാത്ത ഇനിയൊരു പോലീസ് സ്റ്റേഷനും ഇല്ല. പിന്നെ അവളിനി പിന്നെ കളക്കടത്ത് ചെയ്യാത്ത ഒരു സാധനവും ഇല്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു മനോഭാവമാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു പെരുമാറ്റം, അങ്ങനെയുള്ളൊരു സംസാരമൊക്കെയാണ് എൻ്റെ അയൽവക്കത്തുള്ള എന്നെ സ്നേഹിക്കുന്ന പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരുടെ
ഒരു ധാരണയും അതേപോലുള്ളൊരു സംസാരവും ഒക്കെയാണ്. പിന്നെ ഞാൻ പറയട്ടെ, നമ്മളോടൊരു ഇപ്പം എന്നോടൊരു പ്രായപൂർത്തിയായ കുട്ടി ഉണ്ടെങ്കിൽ, ഉമ്മ ഞാനൊന്ന് ടൗണ് വരെ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ, പോകണം എനിക്കൊന്ന് ഞാൻ പോട്ടേന്ന് ചോദിക്കുമ്പോൾ, പെൺകുട്ടികൾ ഇപ്പം അവരെ വാപ്പന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ അച്ഛന്മാരുണ്ടെങ്കിൽ എന്താ പറയുക, അച്ഛനോട് ചോദിച്ചിട്ട് പോയിക്കോ അല്ലെങ്കിൽ പാപ്പാട് ചോദിച്ചിട്ട് പോയിക്കോ എന്ന് പറയില്ലേ. അതങ്ങനെയല്ല, എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ കുട്ടി ചോദിക്കുമ്പോൾ ഒന്നോലെ പോയിക്കോ എന്ന് പറയണം, അല്ലെങ്കിൽ പോവണ്ടെന്ന് പറയണം, ഏതേലും ഒന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ മൗനം സമ്മതമായിട്ട് എടുത്തിട്ട് കുട്ടികൾ പോകും. അപ്പോൾ ഈ പറഞ്ഞ ആള് ടൗണിൽ വെച്ചിട്ട് മകളെ കാണുമ്പോൾ എന്തിനടി വന്ന് വീട്ടിൽ പൊടിയെന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കണം. ആ സമയത്ത് ആ കുട്ടിയോട് പോകണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ പൊയ്ക്കോന്ന് പറയാം. ഒരു മുണ്ടാതെ അങ്ങോട്ട് പോയാൽ കുട്ടികളെന്താ വിചാരിക്കുക? അതിപ്പോൾ ഞാനതിൽ എന്ത് വിചാരിക്കും, ഒന്നും മിണ്ടില്ല, പിന്നെ പോണോണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ കുട്ടികൾ പോയി വന്നിട്ട് ഭാര്യയോട് വന്നിട്ട് പറയാണ്, കുട്ടികൾ പോയി എന്തിനാ പറഞ്ഞയച്ചെന്ന് ചോദിക്കണം. ഭാര്യ അറിഞ്ഞിട്ടില്ല പോയത്, വാപ്പാട് ചോദിച്ചിട്ട് പോയിക്കോന്നാണ്. കുട്ടി പോയപ്പോൾ ഭാര്യ വിചാരിച്ചിട്ടുണ്ടാവും കുട്ടി വാപ്പാട് ചോദിച്ചിട്ടാണ് അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ടാണ് പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുട്ടീനെ അവിടെ നിന്ന് കിടക്കുന്ന കൂട്ടിക്കൊടുന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ ഭർത്താവിൻ്റെ പെങ്ങൾ പറഞ്ഞ, ആ ഒരുമ്പട്ടോളം അവിടെ ഉണ്ടായിരുന്നില്ലേ, കുട്ടി ഒരുങ്ങി പോകുമ്പോൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. ആ ഒരുമ്പട്ടോളം അവിടെ അല്ലേ. ഈ അന്യമാറ്റ തന്തയും തള്ളി വളർത്തിണ്ടാക്കി വീട്ടിലേക്ക് പറഞ്ഞയച്ച മരുമക്കളെ പിന്നെ ആ ഒരുമ്പട്ടോള് എന്നൊക്കെ മുഖത്തോക്കി വിളിക്കുമ്പോൾ ഏത് പൊട്ടത്തി പെണ്ണുങ്ങളായാലും പ്രതികരിക്കും ഇല്ലേ? അതങ്ങനെ പ്രതികരിച്ച് കഴിഞ്ഞാൽ അതും എൻ്റെ കുറ്റാണോ? ഞാൻ വല്ല വീട്ടിൽ താമസിക്കുന്നത്, ഞാനും വല്ല കൊടുത്താക്കുന്നത്, ഞാനായിരിക്കും ഒരുക്കില്ല, അവരെ കാര്യത്തിൽക്കൂല, ഗുണത്തിൽക്കൂല, ദോഷത്തിൽക്കൂല. എന്തേലും വന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ കൊടുക്കണില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞേക്കണം. ഇനിയിപ്പോൾ എനിക്കെന്തേലും ഇല്ലെങ്കിലും ഞാനെന്തെങ്കിലും എൻ്റെ അടുത്തുണ്ടോ ഒന്നോലെ ഫോൺ വിളിച്ച് ചോദിക്കുക, അതല്ലെങ്കിൽ അവിടെ ഒന്ന് വടക്കപ്പുറത്ത് പോയിട്ടൊന്ന് ചോദിക്കുക എന്നല്ലാതെ അതിനൊക്കെ അത്രക്ക് അപ്പുറത്തേക്ക് പോയിട്ടുള്ളൊരു ബന്ധവും കൂട്ടും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ പെണ്ണ് അതിനെ ഒരുമ്പട്ടോളെന്ന് വിളിച്ചപ്പോൾ അത് പ്രതികരിച്ചത്, അത് എൻ്റെ കൂടെ നടന്നിട്ട് ചീത്ത സ്വഭാവം പഠിച്ചിട്ടാണ് അവൾ പ്രതികരിക്കണമെന്നാണ്. അപ്പം അവളെന്നെ വിളിച്ചതില്ല. അങ്ങനത്തെ ഒക്കെ ഓരോ സംഭവങ്ങളാണ്. അപ്പം ഞാൻ പറയണത് എന്താ പറയുക, എനിക്കിപ്പോൾ അതിന് മറുപടി പറയാൻ അറിയാച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്തിന് അവർക്ക് വിവരമില്ലാണ്ടല്ല അവർ പറയണം. ക്ഷമിക്കണതാണല്ലോ ഏറ്റവും നല്ല കാര്യം. അപ്പം നമ്മൾ ക്ഷമിക്കുക. അവരെന്താണ് ഏതാണെന്നൊക്കെ എനിക്കറിയാത്ത കാര്യമൊന്നുമല്ല. ഈ ഒരുമ്പട്ടവളെ എന്ന് മരിയോളെ വിളിക്കുക, എന്തിനു മരിയോളെ ഒരുമ്പട്ടവളെ? ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നേരിട്ട് വെച്ചുണ്ടാക്കണ മക്കൾക്ക് കൊടുക്കണം, എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് മാത്രം പുറത്ത് പോണ്, അല്ലാതെ ഒരാണുങ്ങളായിട്ടും കമ്പനിയില്ല, ഒരു വീടുമായിട്ടും ബന്ധമില്ല, ഒരു കാര്യങ്ങൾക്ക് അവളെ വീട്ടിലേക്കൊന്ന് പോവുക വരിക എന്നല്ലാതെ ഒരു ഇതില്ലാത്ത ഒരാളെ തന്നെ ഇതെല്ലാ വക കച്ചറുണ്ട്. ലോകത്തുള്ള എല്ലാ കച്ചറ ആൾക്കാരായിട്ടും എല്ലാം നല്ല ആൾക്കാരായിട്ടും എല്ലാ ഇതായിട്ടും ബന്ധമുള്ള കൂട്ടുകൂടിയിട്ടും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ പെൺകുട്ടീനെ ഒരുമ്പട്ടോളെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതേലും അത് പിന്നെ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ പൊട്ടത്തിയായാലും വട്ടത്തിയായാലും ചിലപ്പോൾ പ്രതികരിച്ചു തരും. അതിന് ആ കുറ്റം കൂടി ഞാൻ ഏൽക്കേണ്ട അവസ്ഥയെന്നാണ് പറയുന്നത്. അതിന് ചീത്ത പറഞ്ഞപ്പോൾ അത് മറുപടി പറഞ്ഞതിന് ആ കുറ്റം ഞാൻ ഏൽക്കേണ്ട അവസ്ഥ. അത്രക്ക് ഗതികെട്ടവളുമാരുണ്ടാണോ ഈ ലോകത്ത്? വയ്യ. അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങളാന്ന് പറയുകയാണ് ഞാൻ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിൽ ഈ കോമഡി ആയിട്ട് പറയാനുള്ളത്. എനിക്കത് തമാശയായിട്ട് തന്നെ തോന്നണത്, അതാണ് ഞാൻ പറയുന്നത്, തമാശയായിട്ട് തന്നെ പറയണത് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് 3-ാമത്തെ ദിവസത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബായ്.